കൊല്ലം കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്കം മുതൽ കന്യാകുഴി വരെയുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങളേറെയായി. റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. നേരത്തെ ജില്ലാ പഞ്ചായത്ത് ചെയ്ത റോഡാണ് 5 വർഷത്തോളമായി തകർന്നു കിടക്കുന്നത്. ഹെൽത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ഇതിലൂടെ സഞ്ചരിച്ച് ഓട്ടോറിക്ഷയ്ക്കടക്കം പണിയായെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഈ റോഡിന്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ MLA നേരത്തെ ഒരു 4 വർഷത്തിന് മുമ്പ് 26 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഇപ്പോൾ ആ ബോർഡ് MLA എടുത്തുകൊണ്ട് പോവുകയും ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴത്തേക്കിന് വീണ്ടും 20 ലക്ഷം രൂപയുടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുക. മിക്കുള്ള ഈ റോഡ് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും, ആട്ടോക്കാരെ നട്ടെല്ലൊടിഞ്ഞ് വണ്ടിക്ക് ഒന്നും പണി. അതുപോലെ തന്നെ ഈ ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ഈ MLA വികസനം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ ആയപ്പോഴത്തേന് വീണ്ടും ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുക. 2 തവണയായി റോഡ് നിർമ്മാണത്തിനായി PC വിശ്വനാഥ് MLAയുടെ ഫ്ലക്സ് ബോർഡ് വെക്കുന്നുണ്ട്. എങ്കിലും ബോർഡല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇനി ഇത് തുടർന്നാൽ MLAയുടെ വീടിന് മുന്നിൽ സമരപരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം. ബോർഡ് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവച്ചായിരുന്നു, അതങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ രണ്ടാമതൊരു ബോർഡ് കൊണ്ടുവച്ചിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് ഫണ്ടിൽ ഉപയോഗിച്ചാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. MLAയുടെ ഫണ്ടാണോ അത്? അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റില്ല. ഒരു ബോർഡ് എല്ലാവർക്കും വെച്ചു തന്നേ ഉള്ളൂ. MLA ഫണ്ടാണോ നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ അത് MLA തന്നെ ഉള്ള അരിയിൽ വയ്ക്കാൻ പറ്റും. MLA ഫണ്ട് വേണ്ടി അങ്ങനെയല്ലേ വയ്ക്കാൻ പറ്റും. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.